ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് 12/13, 8/9, 11/12, 5/6. അപ്പോൾ ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സംഖ്യകളും എല്ലാ ഭിന്നസംഖ്യകളും ഒന്നിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 12/13 എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ വ്യത്യാസം, അതായത് 13/13 എന്ന് പറഞ്ഞാൽ ഒന്നാണ്. 8/9 ഒന്നിൻ്റെ വ്യത്യാസം, 11/12 ഒന്നിൻ്റെ വ്യത്യാസം, 5/6 ഒന്നിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതാണോ അതാണ് വലിയ ഭിന്നസംഖ്യ. അത് എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പെട്ടി വരച്ചിട്ടുണ്ട്. ഇത് 13 കള്ളികളുണ്ട്. ഈ 13 കള്ളികളിൽ 12 കള്ളികൾ നമ്മൾ കളർ ചെയ്യണം. 12 കള്ളികൾ നമ്മൾ കളർ ചെയ്യണം. 1, 2, 3, 4, 6, 7, 8, 9, 10, 11, 12 കള്ളികൾ നമ്മൾ കളർ ചെയ്തു. 12 കള്ളികൾ നമ്മൾ കളർ ചെയ്തു. ഓക്കെ. ഇനി ഇതിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഞാൻ പറയുന്നത് 5/6 ആണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതേ വലുപ്പത്തിലുള്ള വേറൊരു ബോക്സ് നമ്മൾ വരയ്ക്കുകയാണ്. ഇതേ വലുപ്പത്തിൽ 5/6 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ 5/6 5 1 2 3 4 5 സോറി 5/6 എന്ന് പറയുമ്പം 6 കള്ളി വേണം. 6 കള്ളിയാണ് വേണ്ടത്. 1 2 3 4 5 6 1 1 2 3 4 5 6. അപ്പോൾ ഇതിൽ 5 എണ്ണം നമ്മൾ കളർ ചെയ്തു. 5 എണ്ണം 5/6 എന്ന് പറയുമ്പം 5 എണ്ണം നമ്മൾ കളർ ചെയ്തു. അപ്പോൾ 5/6 എന്ന് പറയുമ്പം ഇത്രയും ഭാഗമാണ് 5/6. ഇതിൽ ഇത്രയും ഭാഗമാണ് 12/13. അപ്പോൾ ഏതാ വലുത്? 12/13 വലിയ ഭിന്നസംഖ്യ. ഇതിലേറ്റവും വലിയ ഭിന്നസംഖ്യ 12/13. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.